ഹായ് ഓൾ, വെൽക്കം ടു നോസിസ് സ്പോട്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് LGS 10th ലെവൽ പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്കായിട്ട് സയൻസ് ചോദ്യങ്ങൾ, മുൻവർഷ സയൻസ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. 2022, 2023, 2024 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള സയൻസിലെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇന്ന് 100 ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളും കൂടെ ചെയ്തു നോക്കുക. എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി, എത്ര ചോദ്യങ്ങൾ ഉത്തരം തെറ്റിപ്പോയി, എത്ര ചോദ്യങ്ങൾ ശരിയായി എന്നൊക്കെ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൂടെ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിപ്പോൾ ചെയ്തു വരുന്നുണ്ട് ഡിസ്കഷൻ, അതും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ ബി ആണ് കരൾ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? സി, ടെറ്റനി. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ്. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം? എംഫിസിമ. ഞാൻ ഓപ്ഷൻസ് പറയുന്നില്ല, ഉത്തരം മാത്രമാണ് കേട്ടോ പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനെ കേട്ട് പഠിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയാണ് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പം. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഇതിലേതാണ്? ഓപ്ഷൻ ഡി ആണ്, മൃതസഞ്ജീവനി. തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്? സി ആണ് ആൻസർ. ബാക്കിയെല്ലാം തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ് കേട്ടോ. SCRT പോയിൻ്റ് ആണ്. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര. കഴിഞ്ഞ തവണ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? തെങ്ങിൻ്റെ സങ്കര ഇനം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഓപ്ഷൻ ബി ആണ്, കാസർഗോഡ്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആണ് ആര്? ഏത് ഓപ്ഷനാണ് ശരി? സസ്യബുക്ക്, സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മെയ് 22. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനമാണ്. അപ്പിക്കോ പ്രസ്ഥാനം, സി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകറ്റോമികം? ഏതാണ്? ഹീലിയമാണ്, ഹീലിയം. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാം? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? നൈട്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമേത്? ഹൈഡ്രജൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര് ഏതാണ്? പാസ്ചറൈസേഷൻ. അടുത്ത ചോദ്യം, കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതന കോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ്? പതനകോണും പ്രതിപതന കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓപ്ഷൻ ബി, 30 ഡിഗ്രി തന്നെ. അടുത്ത ചോദ്യം, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്, യുറാനസ്. പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? പാരമ്പര്യ ഊർജ സ്രോതസ് LPG ആണ്. ബാക്കിയെല്ലാം പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. സൗരോർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, കാറ്റിൽ നിന്നുള്ള ഊർജമെല്ലാം പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നില്ല? ഉപയോഗിക്കുമ്പോൾ തീർന്നു പോകുന്നില്ല. പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കും തോറും തീർന്നു പോകും. ഓക്കെ, തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്? തെർമോമീറ്റർ താപനില അല്ലേ? ഊഷ്മാവാണ്. ഡോലനത്തിന് ഉദാഹരണം ഏതാണ്? ഊഞ്ഞാലിൻ്റെ ചലനം.
അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജനാവയവം? ഏതാണ്? വൃക്കകൾ. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. നോക്കാം. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു, അത് ശരിയാണ്. ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ഇല്ല, അത് ഉച്ഛ്വാസ സമയത്താണ് കേട്ടോ. അപ്പോൾ അത് തെറ്റല്ലേ? അത് തെറ്റാണ്. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു, ശരിയാണ് കേട്ടോ. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. നാലാമത്തത് തെറ്റാണ്. 1ഉം 3ഉമാണ് ഇവിടെ ആൻസർ വരുന്നത്. 1ഉം 3ഉം. ഇതിനെ പറ്റിയിട്ട് SCERTയിലെ കുറച്ച് പോയിൻറ്റ്സ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം കേട്ടോ. ശ്വാസോച്ഛ്വാസ ചലനങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഔരസാശയത്തിൻ്റെ സങ്കോച വികാസങ്ങളാണ്. ഇതിൽ ഔരസാശയം വികസിക്കുമ്പോൾ ഉച്ഛ്വാസവും അത് സങ്കോചിക്കുമ്പോൾ നിശ്വാസവുമാണ് ഉണ്ടാകുന്നത്. ഉച്ഛ്വാസ സമയത്ത് ഇൻ്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നത് കൊണ്ട് വാരിയെല്ലുകൾ ഉയരുന്നു. ഔരസാശയത്തിൻ്റെ വ്യാപ്തി കൂടുന്നു ഉച്ഛ്വാസ സമയത്ത്. ഔരസാശയ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തെക്കാളും കുറയുന്നു. വായു അകത്തേക്ക് പ്രവേശിക്കുന്നു. നിശ്വാസ സമയത്ത് എന്താ സംഭവിക്കുന്നത്? വായു പുറന്തള്ളപ്പെടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർകോസ്റ്റൽ പേശികൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത് മൂലം വാരിയെല്ലുകൾ എന്ത് ചെയ്യുന്നു? താഴുന്നു. ഔരസാശയ വ്യാപ്തം കുറയുന്നു. ഔരസാശയ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തെക്കാളും കൂടുന്നു. ഇതാണ് ഉച്ഛ്വാസ നിശ്വാസ സമയങ്ങളിൽ നടക്കുന്ന പ്രക്രിയ. ഒന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ. ഓക്കെ. ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ജീവകം D ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? ഇതിലേതാണ്? നിപ്പ, എയ്ഡ്സ്. നിപ്പ, എയ്ഡ്സ്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏതാണ്? ആർദ്രം പദ്ധതിയാണ് കേട്ടോ. 2017 ആരംഭിച്ച ആർദ്രം പദ്ധതിയാണ്. എത്രയോ ചോദ്യപേപ്പറിൽ നമ്മൾ കണ്ടതാണല്ലേ. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏതാണ്? നൈട്രജനാണ്. ഹരിതഗൃഹവാതകങ്ങൾ ഇതിലേതാ? കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ക്ലോറോഫ്ലൂറോ കാർബണും എല്ലാം ഹരിതഗൃഹവാതകങ്ങളിൽ വരുന്നതാണ്. അല്ലാത്തത് നൈട്രജനാണ്. വനനശീകരണത്തിന് കാരണം ആകാത്തത്? അത് സസ്യപരിപാലനമാണ്. ബാക്കിയെല്ലാം വനനശീകരണത്തിന് കാരണമാകുന്നതാണ്. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം അതേതാണ്? ഇതിൽ പെട്രോൾ മാത്രമാണ് കേട്ടോ. പെട്രോളാണ്. കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? അത് പ്രിയങ്കയാണ് പാവൽ വിത്തിനം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോടാണ്. കോഴിക്കോട്. അടുത്ത ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എന്നുള്ളതാണ്. തെറ്റായതാണ്. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. അത് ശരിയാണ്. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ. അതും ശരിയാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡാണ്. അതും ശരിയാണ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. അത് തെറ്റാണ്. അത് ഐസോടോപ്പുകളാണ്. ഐസോടോപ്പുകൾക്കാണ് ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും വരുന്നത്. ഐസോബാറിന് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമാണ് വരുന്നത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം, സിങ്ക് ബ്ലെൻഡിൻ്റെ അതേതാണ്? പ്ലവന പ്രക്രിയയാണ്. പ്ലവന പ്രക്രിയ. ലീച്ചിങ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലീച്ചിങ് ബോക്സൈറ്റ് സാന്ദ്രീകരിക്കാനാണ് ലീച്ചിങ് എന്ന മാർഗം ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം. കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്രയാണ്? ഷെല്ലിൻ്റെ നമ്പറാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പറാണ്, വാലൻസി അല്ല ചോദിച്ചിട്ടുള്ളത്. ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്രാമത്തെ ഷെല്ലിലാണ് വരുന്നത്? അവസാനത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4ാമത്തെ. അപ്പോൾ 4ആണ്. ഓക്കെ, 4ആണ്. ഇപ്പോൾ ഇങ്ങനെ എഴുതി പോവില്ലേ? 1s2, 2s2, 2p6, 3s2, 3p6, 4s2. അപ്പോൾ ഏതിലാണ്? 4ാമത്തെ ഷെല്ലിലാണ് അവസാനിക്കുക. അപ്പോൾ എത്രയാണ് നമ്പർ? 4ആണ്. ഓക്കെ.
ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു, അത് സോഡിയം ബെൻസോയേറ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? അത് 4 ഇരട്ടിയാകും. പ്രവേഗം ഇരട്ടിയാക്കിയാൽ അതിൻ്റെ ഗതികോർജം എത്രയാകും? 4 ഇരട്ടിയാകും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭാരം. ഓപ്ഷൻ സി, ഭാരം എന്ന് വിളിക്കുന്നത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഇതിൽ ഓറഞ്ചിനാണ്. ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ നിറം ഏതാണ്? അത് റെഡാണ് അല്ലേ? അത് റെഡാണ്. കുറഞ്ഞത് വയലറ്റാണ്. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റാണ് ഇതിലേതാണ്? കെൽവിനാണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ്? 24. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരളാണ്. കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെയാണ് ബാധിക്കുന്നത്? രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം. ഇതെല്ലാമാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് മേൽപ്പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം, മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. അത് ശരിയാ. പ്ലാസ്മയിൽ കാണപ്പെടുന്നു. ആണോ? അല്ല, തെറ്റല്ലേ. RBCയിലാണ് കാണപ്പെടുന്നത് അല്ലേ? RBCയിൽ. മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു. ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. കണ്ടോ? ചുവന്ന രക്താണുക്കളിലാണ്, അരുണ രക്താണുക്കളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണോ? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? വൈറ്റ് ഗെയിൻ ടോക്കിംഗ് വാച്ച് ഉപയോഗിക്കുന്നത് അന്ധരാണെന്ന് പറയുന്നു. യെസ്, അത് ശരിയാണ്. വൈറ്റ് ഗെയിൻ ടോക്കിംഗ് വാച്ച് ഉപയോഗിക്കുന്നത് മുടന്തരാണ്. അടുത്തത്, ടാക്ടൈൽ വാച്ച്, ബ്രെയിൻ ലിപി ഇവ ഉപയോഗിക്കുന്നത് ബധിരരാണ് എന്ന് പറയുന്നു. ഇത് രണ്ടും തെറ്റാണല്ലേ. ടാക്ടൈൽ വാച്ചും ബ്രെയിൻ ലിപിയും ഉപയോഗിക്കുന്നത് അന്ധരാണ് എന്ന് പറഞ്ഞു. 1ഉം 4ഉമാണ് ശരി കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏതാണ്? വെണ്ടയുടെ ഇനം അനാമികയാണ് കേട്ടോ. അടുത്തത്, അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം? വാഹനങ്ങളിൽ നിന്നുള്ള പുക. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽ കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? പശ്ചിമ ബംഗാൾ. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. ഇതിലേതാണ് വിഘാടകർ? ബാക്ടീരിയ. ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അത് ഇന്ത്യയാണ്. ഇന്ത്യ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്തു പറയും? ഒന്നാലോചിച്ച് പറയൂ. ഇപ്പോൾ പറഞ്ഞതല്ലേ നമ്മൾ. ഐസോടോപ്പുകൾ. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ആരാണ്? മോഡേൺ പീരിയോഡിക് ലോ. മോസ്ലി. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജനാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിൻ്റെ അയിര് ഏതാണ്? നമുക്കറിയാം, ഹേമറ്റൈറ്റ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം നൈലോണാണ്. നൈലോൺ. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? അത് 60 ഡിഗ്രിയാണ്. സെയിം ആയിരിക്കും. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏതാണ്? പ്രതലബലമാണ്. പ്രതലബലം. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിൽ. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ, മാസ്
മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം ഇരട്ടിയാകുന്നു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിനാണ്. ഇൻസുലിൻ. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പ്. സ്വീകർത്താവോ? അത് AB ഗ്രൂപ്പാണ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ്. മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികളുണ്ട്? കുറച്ച് മുന്നേ കണ്ടില്ലേ? എത്രയാണ്? 24. ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം D ആണ്. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇതാണ് എപ്പിഫൈറ്റുകളാണ്. എപ്പിഫൈറ്റുകൾ. ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ് ഏത്? ഇതിലേതാ? ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങല്ലാതെ ഏതാ? ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, ഇതെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? അത് ഹരിതയാണ്. ഹരിത വഴുതനയാണ്. വഴുതന ഇനമാണ്. ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനത്തിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ഓപ്ഷൻ ബി ആണല്ലേ. ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാമാണ്? ഐസോടോപ്പുകൾ എന്ന് പറയുമ്പോൾ മാസ് നമ്പർ വ്യത്യസ്തമായിരിക്കും, അറ്റോമിക നമ്പർ സെയിം ആയിരിക്കും. ഇവിടെ അറ്റോമിക നമ്പർ സെയിം ആയിട്ടുള്ള 4ഉം 2ഉമാണ് ഉള്ളത്. അറ്റോമിക നമ്പർ സെയിം ആണ്, മാസ് നമ്പർ മുകളിലത്തെ നമ്പർ വേറെയാണ്. അപ്പോൾ 2ഉം 4ഉം ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലൂമിനിയം. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ മോസ്ലി ആണ്. മോസ്ലി. ഒരു ജല തന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണല്ലേ. H2O എന്നല്ല എഴുതാം, 3 ആണ്. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം ഏതാണ്? NaHCO3. ബി ആണ് ആൻസർ. ഊർജത്തിൻ്റെ ഡൈമെൻഷണൽ സമവാക്യം ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ വരുന്നത്. ബി. ഊർജത്തിൻ്റെ മാത്രമല്ല പവറിൻ്റെയും ഡൈമെൻഷണൽ ഫോർമുല ഇത് തന്നെയാണ് കേട്ടോ. അടുത്തത്, ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില ഓപ്ഷൻ എ ആണ് 212 ഫാരൻഹീറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് ഏതിനാണ്? ജലത്തിനാണ്. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള മൂലകം ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? അത് ഗുരുത്വാകർഷണ ബലമാണ് കേട്ടോ. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഇതിലേതാണ്? ഇനാമലാണ്. ഇനാമൽ. രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹീമോഫീലിയ. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹീമോഫീലിയ ആണ്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? ആർദ്രം പദ്ധതിയാണ്. കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം എ. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവും ആണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ആണോ? അല്ല, അത് തെറ്റാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെയാണ്? സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. ശരിയാ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. അല്ല, തെറ്റാണ്. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി, തൃശ്ശൂർ. 2ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാമാണ്? അന്നപൂർണയുണ്ട്, പിന്നെ ഏതാ? പവിത്രയുണ്ട്. 1ഉം 4ഉം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡി ആണ് വരിക. 1ഉം
2ഉം 4ഉം. ഡയറിയ, ടൈഫോയിഡ്, കോളറ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നു. ശരിയാണോ? അതെ, ശരിയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത്. തെറ്റല്ലേ? കാർബൺ മോണോക്സൈഡുമായിട്ട് ചേർന്നാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ശരിയാണോ? അതെ, ശരിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഏതാണ് തെറ്റായ ജോഡി? ഇത് സൈലന്റ് വാലി ദേശീയോദ്യാനം ശരിയാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം ശരിയാണ്. ഇരവികുളം വന്യജീവി സങ്കേതമാണോ? അല്ല, തെറ്റാണ്. നെയ്യാർ ദേശീയോദ്യാനമാണെന്ന് പറഞ്ഞു, അതും തെറ്റാണ്. 3ഉം 4ഉമാണ് ഇവിടെ തെറ്റായ ജോഡി. 3ഉം 4ഉം ഓപ്ഷൻ ബി ആണ് ആൻസർ. തെറ്റായ ജോഡി ഏതാണ്? ഇതിൽ അലക്കുകാരം സോഡിയം, കാർബൺ, ഓക്സിജൻ ശരിയാണ്. വിറ്റാമിൻ സി കാർബൺ, ക്ലോറിൻ, ഹൈഡ്രജൻ എന്ന് പറയുന്നത് തെറ്റാണല്ലേ. പഞ്ചസാര കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡ് CO2 അല്ലേ, കാർബൺ, ഓക്സിജൻ. അപ്പോൾ തെറ്റായത് ഓപ്ഷൻ ബി ആണ്. അൽ നിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവ ഏതാണ്? ലോഹ സ്വഭാവവും അലോഹ സ്വഭാവവും കാണിക്കുന്നതാണ് ഉപലോഹങ്ങൾ. ഏതൊക്കെയാണ് ഇതിൽ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സിങ്കും നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകും? ഹൈഡ്രജൻ. രാസവസ്തുക്കളുടെ രാജാവ് എന്ന് സൾഫ്യൂരിക് ആസിഡ് അറിയപ്പെടുന്നത്, അമ്ലം ആസിഡ് എന്നാണ്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നു? ഇതിലേതാണ്? രാസവളത്തിൻ്റെ നിർമ്മാണം, പാഴ്ജല ശുദ്ധീകരണം. 1ഉം 3ഉമാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? എങ്ങനെയാണ്? F=R/2 അല്ലേ. അപ്പോൾ എത്രയാണ്? ആരം 30 ആണ്. 30ൻ്റെ പകുതി എത്രയാണ്? 15. ഓപ്ഷൻ സി ആണ് ആൻസർ. എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? പ്രകാശവർഷം എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരത്തിൻ്റെ യൂണിറ്റാണ്. അടുത്ത ചോദ്യം, 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. അത് ശരിയാണ്. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. അത് ശരിയാണ്. സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റാണ്. സോണാറിൽ അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ചോദിച്ചിരുന്നത് ശരിയായതാണ് 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഇതിൽ ആൻസർ വരുന്നത് 2ഉം 3ഉമാണ് കേട്ടോ. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തിയും ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തിയുമാണ് നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ. 2ഉം 3ഉമാണ് ആൻസർ വരുന്നത്. 2ഉം 3ഉം ഓപ്ഷൻ സി ആണ്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്രയാണെന്നാണ്. ത്വരണം കാണുന്ന ഇക്വേഷൻ എന്താണ്? പ്രവേഗമാറ്റം ബൈ സമയമല്ലേ. പ്രവേഗമാറ്റം ബൈ സമയം V-U/T ആണല്ലേ. V എന്താണ്? അന്ത്യപ്രവേഗമാണ്. അന്ത്യപ്രവേഗം എത്രയാണ് തന്നിട്ടുണ്ട്? ലാസ്റ്റ് 30 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. U എന്ന് പറയുന്ന ആദ്യ പ്രവേഗമാണ്. തുടക്കത്തിൽ 0 ആയിരുന്നു അല്ലേ. ഡിവൈഡ് ബൈ T 5 എന്ന് തന്നിട്ടുണ്ട് സമയം. അപ്പോൾ 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് ആൻസർ കിട്ടും. ഇവിടെ 6 ഉണ്ടോ ആൻസർ? ഉണ്ട്. ഓപ്ഷൻ ഡി ആണ്. 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? റെനെ ലെനക്കാണ്. റെനെ ലെനക്ക്. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ്? ആശ്വാസ കിരണം. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേതാണ്?
ഏതാണ്? സ്കർവി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏതാണ്? ഈച്ച മുഖേന പകരുന്ന രോഗം കോളറ. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു സെഷൻ. അടുത്ത പാർട്ടിൽ സയൻസിൻ്റെ ബാക്കി ചോദ്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും കൂടെ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.